നമസ്തേ. ഡെൻമാർക്കിന്റെ ആകാശത്ത് ബാങ്ക് വിളി മുഴങ്ങാൻ പാടില്ല. ഒരു മന്ത്രി അതിലും കടുപ്പമുള്ള പരാമർശം നടത്തുന്നു. ഡെൻമാർക്കിലൂടെ നടക്കുമ്പോൾ ഇസ്ലാമാബാദിന്റെ പ്രാന്തപ്രദേശത്താണോ എത്തിയതെന്ന് തോന്നാൻ പാടില്ല. ഈ പ്രസ്താവന ഇപ്പോൾ യൂറോപ്പിലാകെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരായ നടപടിയാണോ, അതോ ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാനുള്ള ശ്രമമോ? എന്തുകൊണ്ടാണ് ഡെൻമാർക്ക് വീണ്ടും ഈ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത്? ഈ വീഡിയോയിൽ അതാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. ഒരു കാലത്ത് മനുഷ്യാവകാശത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ലോകത്തിന് മാതൃകയായി നിന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് കുടിയേറ്റത്തെയും ഇസ്ലാമിക വൽക്കരണത്തെയും കുറിച്ച് തുറന്ന ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡെൻമാർക്ക്. മുസ്ലിം പള്ളികളിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങുന്ന ബാങ്ക് വിളി അദാൻ രാജ്യവ്യാപകമായി നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഡെൻമാർക്കിലെ ഇടതുപക്ഷ സർക്കാർ. ഡെൻമാർക്കിന്റെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ ബാങ്ക് വിളിയുടെ ശബ്ദം മുഴങ്ങാൻ പാടില്ല. ഡെൻമാർക്കിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഇസ്ലാമാബാദിന്റെ ഏതെങ്കിലും പ്രാന്തപ്രദേശത്താണോ എത്തിയതെന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ഡെൻമാർക്കിലെ കുടിയേറ്റ ഏകീകരണ മന്ത്രി മോർട്ടൻ ബോട്ട്സ്കോവ് നടത്തിയ ഈ പ്രസ്താവന യൂറോപ്പിലാകെ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഇസ്ലാമിക സ്വാധീനം അമിതമായി വർദ്ധിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മുസ്ലിങ്ങൾ നമസ്കാരത്തിനായി പള്ളികളിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്ന അദാൻ ദിവസത്തിൽ 5 തവണയാണ് മുഴങ്ങുന്നത്. പല രാജ്യങ്ങളിലും ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഡെൻമാർക്കിൽ, പ്രത്യേകിച്ച് കോപ്പൻഹേഗനിൽ, ശബ്ദ മലിനീകരണ നിയമങ്ങൾ കാരണം പൊതു ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളി അനുവദിക്കാറില്ല. ഇപ്പോൾ ആ നിയന്ത്രണം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല. പൊതുശല്യം എന്ന വിലയിരുത്തലിൽ 2020-ലും പിന്നീട് 2025-ലും സമാനമായ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിയമപരമായ തടസ്സങ്ങൾ ഉയർന്നതോടെ തീരുമാനം മുന്നോട്ടു പോകാനായില്ല. ഇപ്പോൾ വീണ്ടും അതേ വിഷയത്തിൽ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കാനാണ് ഡെൻമാർക്കിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിനു പിന്നിൽ ഡെൻമാർക്കിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള കുടിയേറ്റ നയങ്ങളുമുണ്ട്. പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ നയിക്കുന്ന സർക്കാർ യൂറോപ്പിലെ ഏറ്റവും കർശനമായ ഇമിഗ്രേഷൻ നയങ്ങളിലൊന്നാണ് പിന്തുടരുന്നത്. അവർ നമ്മുടെ ഭാരതത്തിന്റെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വലിയ ആരാധികയാണ്. അവരാണ് വിദേശികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ വിവാദമായ ഗെട്ടോ നിയമങ്ങൾ നടപ്പാക്കിയ ഒരു രാജ്യമാണിത്. ചില മേഖലകളിൽ കുടിയേറ്റക്കാരെ നിർബന്ധിതമായി പുനരധിവസിപ്പിക്കാനും അധികാരികൾക്ക് നിയമം വഴി അധികാരം നൽകിയിട്ടുണ്ട്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ താമസ ചെലവുകൾ കണ്ടെത്തുന്നതിനായി അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വരെ പിടിച്ചെടുക്കാൻ അനുവദിക്കുന്ന നിയമവും ഡെൻമാർക്ക് കൊണ്ടുവന്നിരുന്നു. 2015-ലെ യൂറോപ്യൻ അഭയാർത്ഥി പ്രതിസന്ധി കാലത്ത് അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് അഭയാർത്ഥികളെയാണ് ഡെൻമാർക്ക് സ്വീകരിച്ചത്. എന്നിട്ടും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ അജണ്ടയിലെ പ്രധാന വിഷയമായി തുടരുകയാണ്. ഏകദേശം 60 ലക്ഷം ജനസംഖ്യയുള്ള ഡെൻമാർക്കിൽ ഏകദേശം 2.7 ലക്ഷം മുസ്ലിങ്ങളാണുള്ളത്. രാജ്യത്താകെ 100-ലധികം പള്ളികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കോപ്പൻഹേഗനിലെ ഗ്രാൻഡ് മോസ്ക് ഉൾപ്പെടെ പല പള്ളികളും പ്രാദേശിക ഭരണകൂടങ്ങളുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പൊതു ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളി നടത്താറില്ല. സമീപ രാജ്യങ്ങളായ ബ്രിട്ടനും ജർമ്മനിയും പൂർണ്ണ നിരോധനത്തിന് പകരം ബാങ്ക് വിളിയുടെ സമയം, ശബ്ദ തീവ്രത എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഡെൻമാർക്കിന്റെ പുതിയ നീക്കം യൂറോപ്പിലെ കുടിയേറ്റ മതനയ ചർച്ചകളെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ നിർദ്ദേശം നിയമമാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഡെൻമാർക്കിന്റെ ഭരണഘടന മത സ്വാതന്ത്ര്യത്തിന് ശക്തമായ സംരക്ഷണം നൽകുന്നുണ്ട്. അതിനാൽ ബാങ്ക് വിളിക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള ഏത് നീക്കവും കോടതികളിൽ ശക്തമായ നിയമപരമായ വെല്ലുവിളി നേരിടാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും സംരക്ഷണം നൽകുന്നത് ഒരു കാര്യമാണ്. എന്നാൽ ആതിഥേയ രാജ്യത്തിന്റെ നിയമങ്ങളും സംസ്കാരവും പൊതുസമൂഹത്തിന്റെ സ്വഭാവം മാറുന്നുവെന്ന ആശങ്ക ഉയരുമ്പോൾ അതിനെ എങ്ങനെ സന്തുലിതമാക്കണം? അതാണ് ഡെൻമാർക്കിലെ പുതിയ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ബാങ്ക് വിളി എന്താണ്? ഇനി ആദ്യം ബാങ്ക് വിളി എന്താണെന്ന് നോക്കാം. ഇസ്ലാമിക വിശ്വാസ പ്രകാരം ദിവസത്തിൽ 5 നേരം നമസ്കാരത്തിനായി വിശ്വാസികളെ ക്ഷണിക്കുന്ന പ്രാർത്ഥനാ വിളിയെയാണ് അദാൻ അല്ലെങ്കിൽ ബാങ്ക് വിളി എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലും ഇത് പള്ളികളുടെ മിനാരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭാഷണികളിലൂടെയാണ് കേൾപ്പിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇത് സാധാരണയായ ഒരു മതാചാരമാണ്. എന്നാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പൊതുസ്ഥലങ്ങളിലെ ശബ്ദ നിയന്ത്രണ നിയമങ്ങൾ കാരണം ഇതിന് വിവിധ നിയന്ത്രണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഡെൻമാർക്ക് ഈ നീക്കം നടത്തുന്നത്? മോർട്ടൻ ബോട്ട്സ്കോവിന്റെ വിശദീകരണ പ്രകാരം ഡെൻമാർക്കിൽ പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം വർദ്ധിക്കുന്നുവെന്ന ആശങ്കയാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്.
ഒരു രാജ്യത്തിന്റെ പൊതു സാംസ്കാരിക സ്വഭാവം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പ്രത്യേകിച്ച് കുടിയേറ്റം വർദ്ധിച്ചതോടെ ഡെൻമാർക്കിന്റെ സാമൂഹിക ഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് ഭരണകക്ഷിയുടെ വിലയിരുത്തൽ. അതേസമയം ഡെൻമാർക്കിലെ ഈ പുതിയ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പദമാണ് ഇസ്ലാമികവൽക്കരണം. കുടിയേറ്റകാര്യ മന്ത്രി മോർട്ടൻ ബോട്സ്കോവ് പറയുന്നത് ഡെൻമാർക്കിലെ പൊതു ഇടങ്ങളിൽ ഇസ്ലാമിക മതചിഹ്നങ്ങളും ആചാരങ്ങളും കൂടുതൽ പ്രകടമാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് സർക്കാരിനുള്ളത് എന്നാണ്. പൊതുസ്ഥലങ്ങളിലെ ബാങ്കുവിളി, ചില പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, മതപരമായ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായി അവതരിപ്പിച്ചു. യൂറോപ്പിലെ ചില രാഷ്ട്രീയ പാർട്ടികളും സമൂഹത്തിലെ ചില വിഭാഗങ്ങളും ഇസ്ലാമികവൽക്കരണം എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമ്പരാഗത സംസ്കാരത്തിലും സാമൂഹിക സ്വത്വത്തിലും മതപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന ആശങ്ക പ്രകടിപ്പിക്കാനാണ്. അവരുടെ വാദം വലിയ തോതിലുള്ള കുടിയേറ്റവും ജനസംഖ്യാപരമായ മാറ്റങ്ങളും പൊതുസ്ഥലങ്ങളിലെ മതപരമായ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുവെന്നും അത് ദേശീയ സ്വത്വത്തെ ബാധിക്കുമെന്നാണ്. ഈ ആശയത്തെ പലരും എതിർക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശ സംഘടനകളും നിരവധി ഗവേഷകരും പറയുന്നത് ഇസ്ലാമികവൽക്കരണം എന്ന പദം തന്നെ രാഷ്ട്രീയപരമായി വിവാദപരമായ ഒന്നാണെന്നും പലപ്പോഴും അതിന് വ്യക്തമായ നിർവചനമില്ലാതെ ഉപയോഗിക്കപ്പെടാറുണ്ടെന്നുമാണ്. എല്ലാ മുസ്ലിം കുടിയേറ്റക്കാരെയും ഒരേ രീതിയിൽ കാണുന്നത് തെറ്റാണെന്നും ഭൂരിഭാഗം മുസ്ലിങ്ങളും നിയമം പാലിച്ച് ജീവിക്കുന്ന സാധാരണ പൗരന്മാരാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഡെൻമാർക്കിലെ നിലവിലെ സർക്കാർ പറയുന്നത് ഒരു മതത്തെ ലക്ഷ്യമിടുകയല്ല തങ്ങളുടെ ഉദ്ദേശമെന്നാണ്, മറിച്ച് രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വം സാമൂഹിക ഐക്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ വിഷയത്തെ കാണുന്നതെന്നാണ് അവരുടെ വിശദീകരണം. ഈ ചർച്ച ഡെൻമാർക്കിൽ മാത്രമല്ല, ഫ്രാൻസ്, ഓസ്ട്രിയ, നെതർലാൻഡ്സ്, സ്വീഡൻ, ജർമ്മനി തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റം, മതസ്വാതന്ത്ര്യം, ദേശീയ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള രാഷ്ട്രീയ സംവാദങ്ങളിൽ ഇസ്ലാമികവൽക്കരണം എന്ന പദം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതിനാൽ ഡെൻമാർക്കിലെ ബാങ്കുവിളി വിവാദം ഒരു ശബ്ദ നിയന്ത്രണ നിയമത്തെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, ദേശീയ സ്വത്വം, കുടിയേറ്റ നയം, മതസ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ രാഷ്ട്രീയ സംവാദത്തിന്റെ ഭാഗമായാണ് അതിപ്പോൾ യൂറോപ്പിൽ മാറിയിരിക്കുന്നത്. ഈ തീരുമാനത്തെ മനസ്സിലാക്കാൻ ഡെൻമാർക്കിന്റെ സമീപകാല കുടിയേറ്റ നയങ്ങളും അറിയണം. പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ അധികാരത്തിലെത്തിയ ശേഷം യൂറോപ്പിലെ ഏറ്റവും കർശനമായ കുടിയേറ്റ നയങ്ങളിലൊന്നാണ് ഡെൻമാർക്ക് സ്വീകരിച്ചത്. 2015 യൂറോപ്യൻ അഭയാർത്ഥി പ്രതിസന്ധി കാലത്ത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് അഭയാർത്ഥികളെയാണ് ഡെൻമാർക്ക് സ്വീകരിച്ചത്. കൂടാതെ വിവാദമായ ഗെട്ടോ നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം കുടിയേറ്റക്കാർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ചില സാഹചര്യങ്ങളിൽ നിർബന്ധിത പുനരധിവാസം നടപ്പാക്കാനും അഭയം തേടിയെത്തുന്നവരിൽ നിന്ന് താമസ ചെലവിനായി വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കാനും വ്യവസ്ഥകളുണ്ട്. ഈ നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും വിധേയമായിരുന്നു. യൂറോപ്പിൽ മറ്റ് രാജ്യങ്ങളും എന്തു ചെയ്യുന്നു? ഡെൻമാർക്ക് മാത്രമാണോ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്? അല്ല. ബ്രിട്ടനിലും ജർമ്മനിയിലും പള്ളികളിലെ ബാങ്കുവിളിക്ക് സമയപരിധിയും ശബ്ദപരിധിയും ഉൾപ്പെടെയുള്ള പ്രാദേശിക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവ പൊതുവെ ശബ്ദ മലിനീകരണ നിയമങ്ങളുടെ ഭാഗമായാണ് നടപ്പാക്കുന്നത്. രാജ്യവ്യാപകമായ സമ്പൂർണ്ണ നിരോധനം എന്ന ആശയം വളരെ അപൂർവമാണ്. ഈ നിയമം ബാധിക്കുന്ന ജനവിഭാഗം ചെറുതല്ല. അനുകൂലിക്കുന്നവർ പറയുന്നത്, ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഒരു രാജ്യത്തിന് സ്വന്തം സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാൻ അവകാശമുണ്ട് എന്നാണ്. പൊതു ഇടങ്ങളിലെ ശബ്ദ നിയന്ത്രണം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാകണം. ദേശീയ ഐക്യത്തിനും സാമൂഹിക സമാധാനത്തിനുമാണ് ഈ തീരുമാനം സഹായകമാകുക. എതിർക്കുന്നവർ പറയുന്നത് മറുവശത്ത് മനുഷ്യാവകാശ സംഘടനകളും മുസ്ലിം സംഘടനകളും ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുന്നു. ഇത് മത സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിടുന്നതായി തോന്നാമെന്നും നിയമപരമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അവസാനമായി, ഒരു രാജ്യത്തിന്റെ ദേശീയ സ്വത്വം സംരക്ഷിക്കാനുള്ള അവകാശവും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെയായിരിക്കണം? ഡെൻമാർക്കിലെ ഈ ചർച്ച ഇനി യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമോ? അത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജ്യത്തിന് പൊതുസ്ഥലങ്ങളിലെ മതപരമായ ശബ്ദ പ്രക്ഷേപണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ടോ? അല്ലെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന നടപടിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സമകാലിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളുടെ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.